നമുക്കിത് കാത് കുത്താൻ പോവാനോ? കാതുകുത്താൻ പോവാനോ? കാതുകുത്താൻ പോവാനോ? വലിയ പെണ്ണായോ കാതുകുത്താൻ? വാമിയുടെ കാത് കുത്താനായി എവിടെ പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അവസാനം റിനെ മെഡിസിറ്റി ആണ് ചൂസ് ചെയ്തത്. ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായതുകൊണ്ട് ഞങ്ങൾ നേരെ റീവിസിറ്റ് സെക്ഷനിലാണ് പോയത്. അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്. സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. സ്ക്രീനിങ്ങിനായി നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ടെമ്പറേച്ചറും ബോഡി വെയിറ്റും എല്ലാം നോക്കിയിട്ട് നേരെ ഡോക്ടർ പൂജ പ്രസാദിന്റെ ക്യാബിനിലേക്കാണ് പോയത്. ഡോക്ടർ എവിടെയാ കുത്തണ്ടേന്ന് മാർക്ക് ചെയ്തു. സിസ്റ്റർ അവിടെ ഓയിൽമെന്റ് ഇട്ടു. ഇനി ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉറക്കത്തിൽ തന്നെ ശല്യം ചെയ്യാതമ്മേ എന്നുള്ള രീതിയിൽ ചെറിയ കരച്ചിലും ഉണ്ടായിരുന്ന ആള്. ഞങ്ങൾ നല്ല എക്സൈറ്റഡിലായതുകൊണ്ടായിരിക്കണം സമയം നല്ല പതുക്കിയായി പോയിക്കൊണ്ടിരുന്നത്. പ്ലേ ഏരിയയും കൂട്ടുകാരെയും കണ്ടതുകൊണ്ടായിരിക്കണം കാശിക്കുട്ടന്റെ അരമണിക്കൂർ പെട്ടെന്ന് പോയി. ഇന്ന് പരിചയപ്പെട്ട കൂട്ടുകാരന്റെ പേരും വിഹാൻ എന്നാണ് എന്നറിഞ്ഞതിന്റെ ആശ്ചര്യമായിരുന്നു ആ മുഖത്ത്. തൊട്ടടുത്ത് തന്നെ ഒരു കഫറ്റീരിയ ഉള്ളത് കൊണ്ടും അവിടുത്തെ കോഫിയുടെ മണം എന്നെ വല്ലാണ്ട് ആകർഷിച്ചത് കൊണ്ടും ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു. കോഫി മാത്രമല്ല പപ്സും കഴിച്ചു. ചേട്ടനൊരു ഗ്രേപ്പ് ജ്യൂസും. അപ്പോഴേക്കും ഡോക്ടറെ കാണാനുള്ള സമയമായിട്ടോ. കുത്തിയത് വാമീന്റെ ചെവിയായിരുന്നെങ്കിൽ ടെൻഷൻ മൊത്തം മനുഷ്യനായിരുന്നു. പിന്നെ അനങ്ങാണ്ടിരിക്കാനായിട്ട് ഒന്ന് ടൈറ്റാക്കി പിടിച്ചപ്പോഴേക്കും വാമി ചെറുതായി ഒന്ന് കരഞ്ഞായിരുന്നു. പിന്നെ സാരമില്ല. തേങ്ങൽ മാറ്റാനായി തോളത്തെടുത്തിട്ട് പാട്ട് പാടിയില്ലെങ്കിലും കവളിലൊരു ഉമ്മ കൊടുത്തപ്പോൾ വാമിക്കുട്ടി ഓക്കെ ആയി. ചേട്ടന്റെ കാതുകൂടെ കുത്തി തരട്ടെ എന്നുള്ള ഡോക്ടറുടെ ചോദ്യത്തിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാശുകുട്ടി സ്കൂട്ടായി. അങ്ങനെ വാമിക്കുട്ടിയുടെ കാത് കുത്തി. ഡെലിവറി സമയത്ത് പെൺകുട്ടിയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ കാത്തിരുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ബില്ലെല്ലാം അടച്ചു. ചെറിയൊരു ഓയിൽമെൻ്റ് ഉണ്ടായിരുന്നു, അത് വാങ്ങാനായിട്ട് ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു. വാമിക്കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അത് പോയി കളക്ട് ചെയ്തു. കാത് കുത്തിയ സന്തോഷവും കുഞ്ഞ് കരഞ്ഞപ്പോൾ ഉണ്ടായ സങ്കടവും മാറാനായിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. വണ്ടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. ഞാനൊരു ബിരിയാണി പറഞ്ഞു, ചേട്ടനൊരു മീൽസും. ചേട്ടൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വാമിക്കുട്ടീനെ എടുത്തിട്ട് നടന്നു. ഞാനും കാശിക്കുട്ടനും ആ സമയം കൊണ്ട് ഭക്ഷണം കഴിച്ചു. വയറ് നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വണ്ടി കയറിയതാ ഈ പാട്ട് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ, സീ യു സൂൺ.